വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഉണർന്നേ. ആയിരമെന്നും അതിരാവിലെണീറ്റു വരുന്നു മധുരം നിറയും കനവിൻ നഗരം ഉണർന്നേ. നമ്മളിപ്പോൾ പോകുന്നത് തിരുവല്ല AFPTയിലെ അൽത്താഫ് ഇല്യാസിന്റെ വീട്ടിലേക്കാണ്. അൽത്താഫിന് ആർമി GDയിലേക്ക് സെലക്ഷൻ കിട്ടിയ ആ ഒരു സന്തോഷം വീട്ടുകാരുമായും അൽത്താഫുമായും പങ്കുവെക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ അൽതാഫ്, കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ. ആർമിയിലേക്ക് സെലക്ഷൻ ആയിരിക്കുകയാണ്. ഓക്കെ, സന്തോഷം. ഓക്കെ മോനെ, കൺഗ്രാജുലേഷൻ. അപ്പം AFPTയുടെ വക അൽത്താഫിനൊരു സ്നേഹോപകാരം. AFPTയുടെ വകയായിട്ടൊരു മൊമെൻ്റ് വേണം മോനെ. ഇതെന്റെ അച്ഛൻ ഇല്യാസ് P. ചേച്ചിക്ക് മീങ്കച്ചവടമാണ്. ഇതെന്റെ അമ്മ സബീന ഇല്യാസ്. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ചേട്ടനുണ്ട്, എറണാകുളത്താണ്. ചേട്ടൻ എറണാകുളത്ത് ജോലിയാണ്. പിന്നെ ഇതെന്റെ അത്തച്ചിയുടെ അച്ഛൻ ഇബ്രാഹിം റാവുത്തർ എന്നാണ് പേര്. പിന്നെ ഇത് വല്യമ്മ, അത്തച്ചിയുടെ അമ്മ ജമീല ബീവി എന്നാണ് പേര്. ഇത് അത്തച്ചിയുടെ അനിയൻ നിയാസ് പാലത്താനം. പിന്നെ ഇത് ചിന്നമ്മ, കൊച്ചുതാടെ വൈഫ്. പിന്നെ ഇത് അമ്മയുടെ അനിയത്തി സജീന. ഇത് സജീന രണ്ടു ആസിയായി. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യൻ ആർമിയിൽ ഒരു ജോലി. അതിന് എന്നെ സഹായിച്ചത് AFPT ആണ്. ഞാൻ AFPTയെ പറ്റി അറിഞ്ഞത് പത്രത്തിലൊരു പരസ്യം കണ്ട് അങ്ങനെ പത്തനംതിട്ടയിൽ പോയി അന്വേഷിക്കുകയായിരുന്നു. അവിടെ അങ്ങനെ അഡ്മിഷൻ എടുത്തു. എൻ്റെ ഏറ്റവും അടുത്ത് തിരുവല്ല ഗ്രൗണ്ട് ആയതിനാൽ അവിടെയാണ് ഞാൻ ജയസാറിൻ്റെ അടുത്താണ് ട്രെയിൻ ചെയ്തിരുന്നത്. അങ്ങനെ എന്നെ AFPT ആണ് സഹായിച്ചത് ഇന്ത്യൻ ആർമിയിലെ ഒരു ജോലി കരസ്ഥമാക്കാൻ സാധിച്ചത്. ഞാനിവിടുന്ന് വെളുപ്പിനെ 5 മണിക്ക് ട്രെയിനിങ് ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. അവിടെ 7 മണിയാകുമ്പോൾ തിരുവല്ല ഗ്രൗണ്ടിലെത്തും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജയസാറ് വാമപ്പ് ചെയ്യിക്കുകയും അതിനുശേഷം റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റേതായ പരിശീലനങ്ങൾ തന്നിരുന്നു. അതിനുശേഷം സ്ട്രെച്ചിങ് എക്സസൈസും ചിന്നപ്പും എല്ലാം ചെയ്യിക്കുമായിരുന്നു സാർ. ഇന്ത്യൻ ആർമിയിലേക്ക് കടക്കാനായിട്ടുള്ള ആദ്യ കടമ്പ എക്സാം ആയിരുന്നു. അതിന് എന്നെ സഹായിച്ചത് പത്തനംതിട്ടയിലെ അക്കാഡമിക് ക്ലാസ് ആയിരുന്നു. ഓൺലൈനായും ഓഫ്ലൈനായും ഞാൻ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നു. അവിടുത്തെ സാറുമാർക്കും ടീച്ചേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. അക്കാഡമിക് ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ ഏത് ട്രേഡിലേക്കാണോ ഞാൻ എക്സാം എഴുതേണ്ടത് ആ ട്രേഡിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം എനിക്ക് പത്തനംതിട്ട AFPTയിൽ നിന്ന്
പഠിക്കുവാനേ തന്നിരുന്നു. FPTയിലെ അക്കാഡമിക് ക്ലാസ് കൊണ്ടാണ് എനിക്ക് എക്സാം ഈസിയായി പാസ്സാകാൻ സാധിച്ചത്. അതിന് ഞാൻ FPTയോട് നന്ദിയുണ്ട്. എൻ്റെ മോനെ ആർമിയിൽ ജോലി കിട്ടാൻ സഹായിച്ച AFPTയിൽ ഉള്ള എല്ലാ സാറന്മാരോടും നന്ദി കടപ്പാടുമുണ്ട്. ഇത് എൻ്റെ മകൻ അൽത്താഫ്. പത്രപരസ്യം കണ്ടാണ് AFPTയിൽ പോകുന്നത്. ഇന്ത്യൻ ആർമിയിൽ പുള്ളിക്കാരന് ഒരു ജോലി ചെറുതിലെ മുതലേ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഈ പരസ്യം കണ്ട് ഞങ്ങൾ പത്തനംതിട്ട AFPT പോകുന്നതും അവിടെ ജോയിൻ ചെയ്യുന്നതും ഇപ്പോൾ ജോലി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാവരോടും AFPTയിലുള്ള സാറന്മാരോടും അവിടെയുള്ള മറ്റുള്ള എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ ഇന്ത്യൻ ആർമിയിലോട്ടൊരു ജോലി കിട്ടിയാൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് AFPT ആണ്. ഇതെൻ്റെ കൊച്ചുമോനാണ്. അവന് ജോലി കിട്ടിയതിന് വളരെ സന്തോഷം. മകന് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ കിട്ടിയത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിൽ AFPTയിലെ എല്ലാവരോടും ഞങ്ങൾ അതിയായ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അവന് ഇന്ത്യൻ ആർമിയിലോട്ട് ജോലി കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതിന് AFPTയോട് നന്ദി പറയുന്നു. AFPTയുടെ ചിട്ടയായ പരിശീലനവും അതിയായ സപ്പോർട്ടും ഉണ്ടായതിനാലാണ് എനിക്ക് ഇന്ത്യൻ ആർമിയിൽ ജോലി നേടാൻ സാധിച്ചത്. എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ ട്രെയിൻ ചെയ്യുന്ന ഗ്രൗണ്ട് വരെ 28 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഞാൻ പോയിക്കൊണ്ടിരുന്നത് LOC മല്ലപ്പള്ളി വരെ സൈക്കിളിൽ വിട്ട് പോകും. അവിടെ നിന്ന് വന്നിട്ട് ബസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ബുള്ളറ്റിൽ അങ്ങ് വരെ പോകാൻ തുടങ്ങിയത്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യൻ ആർമിയിലൊരു ജോലി. അതിനെന്നെ സഹായിച്ചത് AFPT ആണ്. AFPTയിലെ ട്രെയിനിങ്ങും അക്കാഡമിക് ക്ലാസ്സുകളും കൊണ്ടാണ് എനിക്ക് എക്സാമും ഫിസിക്കൽ ടെസ്റ്റും വളരെ ഈസി ആയിരുന്നു. അതിന് അവിടുത്തെ എല്ലാ സാറന്മാരും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദി സ്നേഹവും ഞാൻ രേഖപ്പെടുത്തുന്നു.